തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സമീപത്ത് കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. ഉടൻ തീ അണച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. മാലിന്യം നീക്കാൻ പലതവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് റെയിൽവേ പറയുകയാണ്. സുനിഷ അയിലൂർ ആ സ്ഥലത്തുണ്ട്. സുനിഷ, എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത്? വാഹനങ്ങൾ നിർത്തുന്ന ഇടത്താണല്ലോ, പാർക്കിംഗ് ഏരിയയിലാണ്. വാഹനങ്ങളിലേക്കൊക്കെ തീ പടർന്നാൽ വലിയ അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. തീ അണച്ചു അല്ലേ? സ്മൃതി, തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പാർക്കിംഗ് ഏരിയയ്ക്ക് ഒരു വശം, പാർക്കിംഗ് ഏരിയയുടെ പുറത്തെ ഭാഗമാണിത്. നമുക്ക് കാണാൻ കഴിയും ഓവർ ബ്രിഡ്ജ്, അതിൻ്റെ ഭാഗത്തെ ഒരു ഇട വഴിയാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ കൃത്യമായി ഇങ്ങനെ ഇടയ്ക്കിടെ ഇത്തരത്തിൽ മാലിന്യം തള്ളാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും നിരവധി മാലിന്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതാ പലതവണ മാറ്റാനായി കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. പക്ഷേ ഈ മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും ഇവിടെയാണ് ഇന്ന് തീപിടുത്തം ഉണ്ടായത്. ഉടൻ തന്നെ രാവിലെയോടുകൂടി ഈ തീപ്പൊരി കണ്ടപ്പോൾ തന്നെ ഇവിടെയുള്ള ജീവനക്കാർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും ഒപ്പം തന്നെ ഇവിടെയുള്ള ഫയർ യൂണിറ്റ് ഈ തീ കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തീ ആളിക്കത്താനുള്ളൊരു സാഹചര്യമോ ഒഴിവായി എന്നുള്ളത് തന്നെയാണ്. വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇനിയും അപകട സാധ്യത ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആരെങ്കിലും പുറത്തുനിന്ന് ആ റോഡിലൂടെ ആരെങ്കിലും പോകുമ്പോൾ ഒരു തീപ്പൊരി ഇപ്പുറത്തേക്ക് ഇട്ടാൽ പോലും അത് തീ ആളിക്കത്താനുള്ളൊരു സാഹചര്യമാകും. ചൂട് കാലമാണ്, നിരവധി മാലിന്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ പ്രശ്നത്തിലേക്ക് ഇനിയും തീ ആളിപ്പടരാനുള്ള അല്ലെങ്കിൽ തീ കത്താനുള്ളൊരു സാഹചര്യത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരമായ നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് റെയിൽവേയും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂരിലടക്കം കണ്ടതുപോലെ ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ വലിയ ആഘാതത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് പല പരാതികളായി ഉയരുന്നുണ്ട്. CPM പല പരാതികളും ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും മേയർ ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. പലതവണ നഗരസഭയെ അറിയിച്ചിട്ടും മാലിന്യം നീക്കിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് റെയിൽവേ ആണ് എന്നുള്ളതാണ്. വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു തീ പെട്ടെന്ന് അണച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയയിലാണ്, വാഹനങ്ങളിലേക്കൊക്കെ ആ തീ പടർന്ന് വലിയ അപകടമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അണച്ചിരിക്കുന്നത്.